സർക്കാർ ജീവനക്കാർക്ക് തലവേദനയായി സർക്കാർ തീരുമാനം. ജീവനക്കാർ കാത്തിരുന്ന ശമ്പള കമ്മീഷൻ പ്രഖ്യാപിച്ചെങ്കിലും രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടപ്പാക്കാനാവുമോ എന്ന ആശങ്ക നിലനിൽക്കുകയാണ്. കമ്മീഷന്റെ പ്രവർത്തനം മന്ദഗതിയിലാവുന്നുവെന്നാണ് സർവീസ് സംഘടനകൾ പറയുന്നത്. സർക്കാർ ജീവനക്കാർ കാത്തിരുന്ന ശമ്പള കമ്മീഷൻ പ്രഖ്യാപിച്ചെങ്കിലും രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടപ്പാക്കാനാവുമോ എന്നുള്ള ഒരു ആശങ്കയുണ്ട്. റിപ്പോർട്ട് സമർപ്പിക്കാൻ കമ്മീഷൻ അനുവദിച്ച സമയം 3 മാസമാണ്. അതനുസരിച്ച് ഏപ്രിലിൽ റിപ്പോർട്ടാവൂ. നിയമസഭാ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം മാർച്ചിൽ വന്നേക്കും. ഇതോടെ ഈ സർക്കാരിന്റെ കാലത്ത് ശമ്പള പരിഷ്കരണം നടപ്പാവാൻ സാധ്യതയൊക്കെ മങ്ങിക്കഴിഞ്ഞു. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ കമ്മീഷന്റെ പ്രവർത്തനം മന്ദഗതിയിലാവുമെന്നും സർവീസ് സംഘടനകൾ ആശങ്കപ്പെടുന്നു. സർക്കാർ നിശ്ചയിച്ച സമയപരിധി പ്രായോഗികമല്ലെന്നാണ് മറ്റൊരു വാദം. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും നടക്കുകയാണ്. ചരിത്രത്തിൽ ഇതുവരെ 3 മാസം കൊണ്ട് ഒരു ശമ്പള കമ്മീഷനും ശമ്പള പരിഷ്കരണം നടപ്പാക്കിയിട്ടില്ലെന്നാണ് NGO അസോസിയേഷനുകൾ പറയുന്നത്. എന്നാൽ പരിഷ്കരിച്ച ശമ്പളം ഏപ്രിൽ മുതലുള്ള പ്രാബല്യം കണക്കാക്കി നടപ്പാക്കാനാവുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ. 3 മാസത്തിനകം റിപ്പോർട്ടായാലും നടപ്പാക്കാനുള്ള ബാധ്യത പുതിയ സർക്കാരിനായിരിക്കും. 2023 ജൂലൈ മുതൽ 2025 ജൂലൈ വരെയുള്ള കാലത്തെ 15% ക്ഷാമബത്ത സർക്കാർ ജീവനക്കാർക്ക് ഇനിയും കിട്ടാനുണ്ട്. ഇതിൽ ഒരു ഗഡു ഫെബ്രുവരിയിലെ ശമ്പളത്തിലും ബാക്കി മാർച്ചിലെ ശമ്പളത്തോടൊപ്പവും നൽകുമെന്നായിരുന്നു പ്രഖ്യാപനം. ഇത് നൽകാൻ 30,000 കോടിയിലേറെ രൂപ വേണം. 2021 മുതലുള്ള ക്ഷാമബത്തയിലെ കുടിശ്ശികയും നൽകാൻ ബാക്കിയാണ് സർക്കാരിന്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.